നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റ ആർ ദ ഡിസ്റ്റിങ്സ്. ഫസ്റ്റ് നോക്കി ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദെൻ ദ ക്വാഡ്രാറ്റിക് വിത്ത് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഒമേഗ ഒമേഗ സ്ക്വയർ എന്നറിയാം. അപ്പൊ ആൽഫ ഒമേഗ പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ 1 ഒമേഗ പ്ലസ് 1 റേസ് ടു 2026 ആണ് നമുക്ക് വേണ്ടത് വരണം. ഒമേഗ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 2026 ആണ്. 1 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗയാണ്, മൈനസ് ഒമേഗ റേസ് ടു 2026 ആണ്. 2025 വന്നിരുന്നെങ്കിൽ കറക്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ അതെന്താണ് ഒമേഗ വരും. അപ്പോൾ മറ്റേ റൂട്ട് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗയും ഒമേഗ സ്ക്വയർ തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം കോൺജുഗേറ്റ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ അത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 തന്നെയായിരിക്കും. പി മാച്ച് ചെയ്യുന്നത് 1ലേക്കാണ്, പ്രശ്നമല്ല. അത് കിട്ടി നമുക്ക്. ഇനി അടുത്ത നോക്കാം. ക്യൂ ആൽഫ ബീറ്റ ആർ ദ ഡിസ്റ്റിങ് റൂട്ട്സ് ഓഫ് സെയിം സാധനം തന്നെയാണ്. അപ്പൊ അഗെയിൻ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത പോലെ തന്നെ എടുക്കാം. റേസ് ടു എത്രയാണ്, 2026 പകരം 2027 ആണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ മൈനസ് ഒമേഗ റേസ് ടു 2027 വരും. അപ്പൊ അത് മൈനസ് ഒമേഗ സ്ക്വയർ വരും. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ ആണെങ്കിൽ മറ്റേതും മൈനസ് ഒമേഗ ആയിരിക്കും. അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്സ് -1 ആയിട്ടുണ്ടാവും. സം ഓഫ് റൂട്ട്സ് 1 ആയിട്ടുണ്ടാവും, സോറി. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ക്യൂ മാച്ച് ചെയ്യുന്നത് 2ലേക്കായിരിക്കും. ഒരു വിഷമമില്ല. ഇനി അടുത്ത നോക്കാം. ഗാമ ഡെൽറ്റ ആർ ദ ഡിസ്റ്റിങ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ദെൻ ദ വാല്യൂ ഓഫ് ബ്ലാ 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 എന്ന് ചോദിച്ചിരിക്കാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ നമുക്ക് ഗാമ ഇൻറ്റു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു -1 ആണ്. 1 ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞ സാധനം മൈനസ് ഗാമയാണ്. അപ്പോ അവര് ചോദിച്ചിരിക്കുന്നത് റേസ് ടു എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, 2026 ആണ്. അപ്പൊ ഗാമ റേസ് ടു 2026 മൈനസ് പോയിണ്ടാവും കേട്ടോ. ആൻഡ് ഡെൽറ്റ റേസ് ടു 2026 സിമിലർലി ഇതായിരിക്കും വേണ്ട സാധനം. ഇനി ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ പാറ്റേൺ നോക്കാം. ഗാമ സ്ക്വയർ മൈനസ് ഗാമ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഗാമ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഗാമ ക്യൂബ് ഇസ് ഈക്വൽ ടു -1 ആയിരിക്കും. ഓക്കെ. ഇനി ഗാമ റേസ് ടു 2026 എന്താ നോക്കാം. മൾട്ടിപ്ലോ പവർ ഓഫ് 6 വന്നാൽ 1 ആയി പോയിണ്ടാവും. ഗാമ റേസ് ടു 6 എന്താണ്, ഗാമ റേസ് ടു 6 എന്ന് പറഞ്ഞത് 1 ആണ്. അപ്പോൾ 2026 നമ്മൾ എന്താ നോക്കേണ്ടത്, 2022 ആണ് നോക്കേണ്ടത്. 2022 വരെ എന്തായിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഗാമ റേസ് ടു 2024 എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അത് മൈനസ് ഗാമ എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം അപ്പൊ നമുക്കിപ്പോൾ വേണ്ട ക്വാഡ്രാറ്റിക്കില് റൂട്ടുകൾ മൈനസ് ഗാമയും മൈനസ് ഡെൽറ്റ ആയിട്ടോ കേട്ടോ. അപ്പൊ ആകെ വ്യത്യാസം വരാൻ പോണെന്ന് വെച്ചാൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഗാമ പ്ലസ് ഡെൽറ്റ. അപ്പൊ ഓൾറെഡി നമുക്ക് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സം ഓഫ് റൂട്ട്സ് 1 ആണ്. അപ്പൊ -1 കിട്ടും. ഓക്കെ. അപ്പോ അവർ ചോദിച്ചിരിക്കുന്ന ആ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ വാല്യൂ -1 ആണ് വരാം കേട്ടോ. ഒരു പ്രശ്നമില്ല. ഈ ഒരു ക്വാണ്ടിറ്റിയുടെയും അതുപോലെ ഈ ഒരു ക്വാണ്ടിറ്റിയുടെയും സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റി വന്നത് നമുക്ക് മൈനസ് ഗാമ എന്നായിരുന്നു, ഈ ക്വാണ്ടിറ്റി വന്നത് മൈനസ് ഡെൽറ്റ എന്നായിരുന്നു. അപ്പോൾ അവർ ചോദിച്ച സമ്മ് മൈനസ് ഓഫ് ഗാമ പ്ലസ് ഡെൽറ്റയാണ്. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 6 മാച്ച് ചെയ്യുന്നത് 4ലേക്കാണ്. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത നോക്കാം. P and R are the distinct roots of the equation x square plus x minus 1 is equal to 0. Then the value of നമുക്ക് എസ് ചെയ്യാമാണ്. പി സ്ക്വയർ പ്ലസ് പി ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. 1 p പ്ലസ് 1 എന്ന് പറഞ്ഞ സാധനം പി ആണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് ആണ്. അപ്പോൾ അത് പി പ്ലസ് ക്യൂ ഹോൾ ക്യൂബ് മൈനസ് 3pq ഇൻറ്റു പി പ്ലസ് ക്യൂ ആണ് വരാൻ പോണത്. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ സാധനം -1 ക്യൂബ് -3 ഇൻറ്റു -1 ഇൻറ്റു -1 -3 അത് -4 എന്ന് കിട്ടും. അപ്പോൾ എസ് മാച്ച് ചെയ്യുന്നത് 5ലേക്ക്. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടോ, ആൻസേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം എടുക്കുകയാണെങ്കിൽ ആൻസർ വരെ എനിക്ക് തോന്നുന്നു C ആണ് വരിക.
P1ലേക്ക് Q2ലേക്ക് R4ലേക്ക് S5ലേക്ക്. സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. P1 Q2ലേക്ക് R4ലേക്ക് S5ലേക്ക്. സെറ്റ്.